2020 ആകുമ്പോഴേക്കും രാജ്യത്തിന്റെ ചരക്കുനീക്കം ഇപ്പോഴുള്ളതിനേക്കാൾ 3 ഇരട്ടിയാകും. കിഴക്കു പടിഞ്ഞാറൻ കപ്പൽ ഗതാഗത ചാലിനോടുള്ള അടുപ്പവും 20 മീറ്ററോളമുള്ള കടലിന്റെ ആഴവും കാരണം വിഴിഞ്ഞം ഏഷ്യയിലെ ലാഭസാധ്യതയും വളർച്ചയുമുള്ള തുറമുഖമാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി എന്ന മുദ്രാവാക്യത്തിന് ദശാബ്ദങ്ങളോളം പഴക്കമുണ്ട്. കേരളത്തിന്റെ ഈ സ്വപ്ന പദ്ധതിക്ക് ആക്കം കൂട്ടുകയാണ് 2013 നവംബർ 14 ലഭിച്ച കേന്ദ്ര അനുമതിയോടുകൂടി. പദ്ധതി നടത്തിപ്പിലേക്ക് ആവശ്യമായ പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് വിഴിഞ്ഞം പോർട്ടിന് അനുകൂലമായി. വിഴിഞ്ഞം സീപോർട്ട് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ഡയറക്ടറാക്കി. അപ്പോൾ എനിക്ക് അതിൻ്റെ എല്ലാ ഡിസ്കഷനിലും പങ്കെടുക്കാനും സാധിച്ചു. എല്ലാ തീരുമാനത്തിലും എൻ്റെ ഉപദേശം പറയാൻ സാധിച്ചു. നല്ലപോലെ ആക്റ്റീവ്ലി ഇൻവോൾവ് ആവാൻ സാധിച്ചു. ഈ പരിസ്ഥിതി ക്ലീൻ നടക്കുന്ന സമയത്ത് പല ആൾക്കാർ പരാതി പറഞ്ഞു. ആ പരാതി കേൾക്കാൻ വിദേശത്തും കൂടി വാഷിങ്ടണിനും കൂടി ആൾക്കാർ വന്നപ്പോൾ അവർ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യം വന്നു. അതേപോലെ ഡൽഹിയിൽ ഒരു കമ്മിറ്റിയുണ്ട്, ഒരു എക്സ്പേർട്സ് അഡ്വൈസറി കമ്മിറ്റി. അവരുടെ അനുവാദമില്ലെങ്കിൽ പരിസ്ഥിതി മന്ത്രാലയಕ್ಕೆ ക്ലിയറൻസ് തരാൻ ബുദ്ധിമുട്ടാണ്. അവരിപ്പം ബന്ധപ്പെട്ട് സംസാരിച്ച് അവരുടെ ചെയർമാനോട് സംസാരിച്ചിട്ട് അവരും പരാതികളൊക്കെ കേൾക്കുമ്പോൾ സത്യം എന്താണെന്ന് യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാനുണ്ടായിരുന്നു. കോസ്റ്റൽ റെഗുലേഷൻ സോൺ ക്ലിയറൻസ് പോയ കഥ. അത് കഴിഞ്ഞിട്ട് ഈ തുറമുഖൻ്റെ ഷേപ്പ് വരുമ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒപ്പം ചില ബന്ധപ്പെട്ട മീറ്റിങ്സ്, ഉദ്യോഗസ്ഥന്മാരോടൊപ്പമുള്ള മീറ്റിങ്സ്, ഡയറക്ടേഴ്സ് ബോർഡിൻ്റെ മീറ്റിങ്സ്, ചില കമ്പനികൾ നമ്മളുടെ തുറമുഖനെ വികസനം ചെയ്യാൻ വേണ്ടി വരുന്ന കമ്പനികളോടൊപ്പമുള്ള ഓരോരോ ചർച്ച, ഇതിനെല്ലാറ്റിലും ഞാൻ ഇറങ്ങാൻ സാധിച്ചു. MB എന്ന നിലയിലും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗമെന്ന നിലയിലും നിരന്തരം സമ്മർദ്ദം മൂലം ആസൂത്രണ ഉപാധ്യക്ഷനുമായുള്ള ചർച്ചകൾക്കൊടുവിൽ 20% വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിന് പ്ലാനിംഗ് കമ്മീഷൻ അംഗീകാരം നൽകി. പദ്ധതിക്ക് ആവശ്യമായ പശ്ചാത്തല വികസന സൗകര്യത്തിനു വേണ്ടി സീപോർട്ട് പദ്ധതി പ്രദേശത്ത് റോഡ്, റെയിൽ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു.